വന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ചെറിയ ആൾക്കാരാണ്, ആർക്കും വലിയ പരിചയം കുറവുള്ള ആൾക്കാരാണ്. ഇവരൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങളെ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നിങ്ങളൊക്കെ ഒന്ന് പണിയെടുക്കണം. താങ്ക് യു സോ മച്ച്. ഇതില് സ്റ്റണ്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്റെ സ്റ്റണ്ടോ? ഇടിച്ച് മുതലാക്കിയല്ലേ ശത്രുതയെല്ലാം ഇടിച്ചിടിച്ച് ക്ലൈമാക്സില് കാലുപൊക്കി അടിക്കുന്നൊരു ഡയറക്ടർ പറഞ്ഞ എന്തും ഓക്കെയാണ്. ഫൈറ്റ് ചെയ്യാനും മടിയില്ലല്ലേ? പിന്നെ ഒരു മടിയില്ല, ഫൈറ്റ് ചെയ്തല്ലേ ഇതുവരെ എത്തി. ഫൈറ്റ് ഒറിജിനലാവും, അതാണ് പ്രശ്നം അല്ലേ? ശരിക്കും ഇടിക്കും. എനിക്ക് ശരിക്കും ഇടി കിട്ടും. എന്റെ ചേച്ചി ഇത് കുട്ടി കിട്ടും സാറിന്റെ അമ്മ. അതെ സോറി അവസാനം ഒരു സീൻ ഉണ്ടെന്നാ പറഞ്ഞു. ചാടി ചവിട്ടത്തിൽ സീൻ ഉണ്ട്. സാഹസികമായിട്ടുള്ള രംഗങ്ങൾ. ചേട്ടാ പച്ചക്ക് കത്തിക്കരുത്. കത്തിക്കില്ല. പക്ഷെ ഞാനിങ്ങനെ തോളെ കൈയിട്ടപ്പോൾ ചേട്ടൻ പറഞ്ഞ് തോളെ കൈയിട്ടത് എന്ത് പറ്റി? ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഈ കാണിക്കുന്ന കോപ്രായങ്ങൾ കൊണ്ടാണോ? ഒന്ന് പറയാം പ്രേക്ഷകരോട്, എന്താണ് ആ സംഭവം? അല്ല, ചില ആൾക്കാർക്ക് ചില ഉദ്ദേശിച്ച സ്ഥലമുണ്ട്, സിനിമ എന്ന് പറയുന്ന സംഭവം. അവിടേക്ക് എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലവർക്ക് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാനും പണ്ട് സിനിമയിൽ അഭിനയിക്കുന്നത് കുറെ നടന്നതാണ്, കുറെ കഷ്ടപ്പെട്ടാണ്. നമുക്ക് സാധാരണ ആൾക്കാർക്ക് ചിലപ്പോൾ എത്താൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അഭിലാഷകരൊന്നും കാണിക്കുന്ന കുറെ തീർച്ചയായിട്ടും തന്നെ പറയാം. തീർച്ചയായിട്ടും അങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിക്കുള്ളൂ. ഞാൻ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ചിലതൊക്കെ ഇത്തിരി ഓവറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഇടയ്ക്ക് വന്ന കുറച്ച് സാധനങ്ങളൊക്കെ പെണ്ണായിട്ടുള്ള എന്റെ ദൈവമേ. അപ്പൊ ചേട്ടൻ പച്ചക്ക് കത്തിക്കാലോ? ആഗ്രഹം കൊണ്ട് ചെയ്താട്ടാ. അച്ഛാ നമുക്ക് എല്ലാവരും ഇഷ്ടമുണ്ട്. നമ്മൾ ഒരാളെ നമ്മൾ ബിഗ് ബോസിൽ ഞാൻ വരുമോ? ബിഗ് ബോസിലാ? അതെനിക്കറിയത്തില്ല ബ്രോ. സെലിബ്രിറ്റി എന്നൊക്കെയാ വിളിക്കുന്നത്. അത് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം എല്ലാവരും എവിടെ ചെന്നാലും ഒരു 19 പേര് കൂടും എന്നെ കാണുമ്പോൾ തന്നെ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ. എന്താ എന്നറിയില്ല, സെലിബ്രിറ്റി ആണോ? അത് രണ്ട് രീതിയിലുണ്ട് ബ്രോ. ഒന്ന് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ്. മനസ്സിലായോ? അതുണ്ട്. അപ്പം ഞാൻ ജനറലായിട്ടുള്ള കാര്യം അത് കാണുന്നവര് പറയും. ആളുകളുടെ നമ്മൾ കൂടുതൽ വെറുപ്പ് മേടിക്കാതെ കുറച്ചുകൂടി ഇഷ്ടം മേടിക്കാൻ ശ്രമിക്കും. തീർച്ചയായിട്ടും പറഞ്ഞാൽ നിങ്ങൾ നല്ലൊരു കലാകാരനാണ്. അപ്പൊ ആൾക്കാരെ വെറുപ്പ് അധികം മേടിക്കില്ലേ? വെറുപ്പ് കൊണ്ട് മാത്രം എങ്ങനെ രക്ഷപ്പെട്ടില്ല. കുറച്ച് ആൾക്കാർ നമ്മളോട് ഇഷ്ടം കൂടി വേണം. അതുകൊണ്ടാണ് കേട്ടോ, ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ. എന്റെ ചേട്ടനെ പോലെയാണ് മനസ്സേട്ടൻ. സന്തോഷം. ഓക്കെ അമ്മ, അത്രേ ഉള്ളൂ.